റെജി ലൂക്കോസ് രാഷ്ട്രീയ നിരീക്ഷകൻ നമുക്കൊപ്പമുണ്ട്. ശ്രീ റെജി ലൂക്കോസ്, പാലയുടെ രാഷ്ട്രീയം ഞങ്ങൾ പരാമർശിച്ചതിന് കാരണം പാല കേരള കോൺഗ്രസിൻ്റെ തട്ടകമായതുകൊണ്ടാണ്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വർഷങ്ങളായി UDF ഭരിക്കുന്ന ഇടം കേരള കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലാണല്ലോ ഇടതുമുന്നണി പിടിച്ചെടുത്തത്. പക്ഷേ ഇത്തവണ UDF അവിടെ വലിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ പയറ്റുന്നുണ്ട്. അവിടെ ഉയരുന്ന ഒരു ചോദ്യമാണ്, നിഷ ജോസ് കെ മാണി ഒരുപക്ഷെ മത്സര സാധ്യതയുമായി വരാനുള്ള സാധ്യത ചില മാധ്യമങ്ങളെങ്കിലും അത് പങ്കുവച്ചിട്ടുണ്ട്. ചില ചർച്ചകളിലൊക്കെ അത് ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. താങ്കൾ കാണുന്നുണ്ടോ ആ സാധ്യത? നിഷ ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ പ്രവേശനം മുമ്പും ചർച്ചയായിട്ടുള്ളതാണ്. തീർച്ചയായിട്ടും നിഷ ജോസ് കെ മാണി പാലാ നഗരസഭയിലേക്ക് മത്സരിച്ചൊരു മുനിസിപ്പൽ ചെയർപേഴ്സൺ കാൻഡിഡേറ്റ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് കൂടാണ്ട് തന്നെ പാലാ നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവരുടെ പേര് നിർദ്ദേശിക്കാനുള്ള സാധ്യതയും ഇതിനോടൊപ്പം തന്നെയുണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, പാലാ നഗരസഭ ഒരു കാരണവശാലും UDFന്റെ കയ്യിലേക്ക് പോകത്തില്ല. കാരണം കേരള കോൺഗ്രസ് കാലങ്ങളായിട്ട് അടക്കി വാഴുന്ന ഒരു നഗരസഭയാണ് പാല എന്ന് പറയുന്നത്. ഈ പാലയായിട്ട് അടുത്ത ബന്ധമുള്ളതുകൊണ്ട് അത് പ്രത്യേകം നിരീക്ഷിക്കണം. ഒന്ന്. രണ്ടാമത്തെ വസ്തുത എന്ന് പറയുന്നത്, ജോസ് കെ മാണി കഴിഞ്ഞ തവണ തോറ്റതിൽ ഏതാണ്ട് 14,500 വോട്ടറോടുകൂടി അദ്ദേഹം പരാജയപ്പെട്ടതിൽ ഇപ്പോൾ പാലയിലെ ജനങ്ങൾ, പ്രത്യേകിച്ച് പാല നഗരപരിധിയിലുള്ള ജനങ്ങൾ വല്ലാതെ മാനസികമായിട്ട് ഒരു വിഷമത്തിലാണ്. കാരണം അവർ ചെയ്തൊരു തെറ്റാണെന്നുള്ളൊരു ബോധ്യമുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം കഴിഞ്ഞ 5 വർഷമായി, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷമായിട്ട്, അതിനു മുമ്പ് 2.5 വർഷവും പാലാ നഗരസഭ അല്ലെങ്കിൽ പാലാ നഗരം ഉറങ്ങുകയായിരുന്നു. ഒരു വികസന പ്രവർത്തനങ്ങൾ യാതൊരു കാരണവശാലും ആ പാലായിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന UDF, അല്ലെങ്കിൽ അതിൽ പ്രത്യേകിച്ച് താല്പര്യമൊന്നും എടുക്കാതെ കണ്ട് പാലായെ ഒരു വർഷങ്ങൾക്ക് പുറകിലേക്ക് സഞ്ചരിപ്പിച്ച ഒരു ജനപ്രതിനിധിയാണ് ഇപ്പൊ നിയമസഭ പ്രതിനിധിക്കുന്നത്. അതിന്റെ ഒരു അതൃപ്തി പാലായിലുണ്ട്. അപ്പൊ അവരൊരു പ്രായശ്ചിത്തം എന്നോണം തീർച്ചയായിട്ടും അടുത്ത തവണ ജോസ് കെ മാണി നിൽക്കുകയോ അല്ലെങ്കിൽ നിഷ ജോസ് കെ മാണി ഇവർ രണ്ടുപേരിൽ ആരെങ്കിലും, അല്ലെങ്കിൽ ആ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പാലായിൽ നിന്ന് വിജയിപ്പിക്കും. അതിന്റെ റിഫ്ലക്ഷൻ ഈ നഗരസഭയിലേക്ക് ഉണ്ടാവും. പാലാ നഗരസഭ ഇപ്പോൾ CPM-ഉം അതുപോലെ തന്നെ CPM-ന്റെ ഒരു മെമ്പറേ ഉള്ളെങ്കിൽ പോലും CPM-ന്റെയും കേരള കോൺഗ്രസിന്റെയും സംയുക്തമായ ഒരു ഭരണത്തിലാണ്. അടുത്ത തവണ കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലം പാലാ നഗരസഭയ്ക്ക് ഗുണം ചെയ്യും. കേരള കോൺഗ്രസ് അവിടുത്തെ ഏറ്റവും ഒരു കക്ഷിയായി മാറും. CPM-ന്റെ മുനിസിപ്പൽ കൗൺസിലേഴ്സ് അവിടെ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് UDF ഏതെല്ലാം രീതിയിലുള്ള തന്ത്രങ്ങൾ പ്രയോഗിച്ചാലും പാലായിൽ ജയിക്കാനുള്ള സാധ്യത തന്നെയല്ല. UDF-ന് ഒരു ലീഡറെ മുനിസിപ്പൽ ചെയർമാൻ സ്ഥാനത്തേക്ക് ചൂണ്ടിക്കാണിക്കാൻ പാലായിൽ ഇല്ല എന്നുള്ളതാണ്. ഇല്ലെന്നോ അല്ലെങ്കിൽ അവരാരും അതിന് യോഗ്യരില്ലെന്നുള്ളതല്ല ഞാൻ പറയുന്നത്. കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിനോട് കിടപിടിക്കത്തക്ക രീതിയിലുള്ള ഒരു നേതൃത്വം പാലായിൽ UDF-നില്ല. അതൊരു വസ്തുതയാണ്. അപ്പൊ അതുകൊണ്ട് പാല കഴിഞ്ഞ 5-6 വർഷമായിട്ട് ഉറങ്ങിക്കിടക്കുന്നതിന് ഒരു മാറ്റം പാലായിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന് മുന്നോടിയായിട്ട് പാലാ നഗരസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ LDF ജയിക്കും. അതിന് നേതൃസ്ഥാനത്ത് കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ഉണ്ടാവും. അത് നിഷ ജോസ് കെ മാണിയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു തരംഗമായിട്ട് തന്നെ ഈ നിയമസഭ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് ബാധിക്കും. അത് ഏറ്റവും കുറഞ്ഞത് കോട്ടയം ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ അതിന്റെ റിഫ്ലക്ഷൻ ഉണ്ടാവും. അത് യാതൊരു സംശയവുമില്ല. അപ്പൊ നിങ്ങളുടെ റിപ്പോർട്ട് വളരെ കൃത്യമാണ്. അവിടെ ഞാനും ഈ വിവരങ്ങളെല്ലാം അറിഞ്ഞിരുന്നു. UDF പരമാവധി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ വിജയം കൊയ്യാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പശ്ചാത്തലങ്ങൾ അതിനെതിരെ നിൽക്കുന്നു. ശ്രീജിത്തിന്റെ റിപ്പോർട്ട് വളരെ ഓതന്റിക് ആണ്. അതിൽ ആരും സംശയമില്ല. കേരളത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഒരു നഗരസഭയായി അല്ലെങ്കിൽ നഗരസഭാ തെരഞ്ഞെടുപ്പായി പാല മാറുന്നുള്ള കാര്യത്തിൽ നിസ്സംശയം പറയാം. ഇതിൽ നമുക്ക് പാലയ്ക്ക് അപ്പുറത്തേക്കുള്ള രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ നോക്കൂ, കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് വലിയ ഡിമാൻഡാണ് കേരള രാഷ്ട്രീയത്തിൽ. UDF ഒളിഞ്ഞും തെളിഞ്ഞും അവരെ വിളിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ ഇടതുമുന്നണിക്കൊപ്പം എന്ന നിലപാട് അവരെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇടതുമുന്നണിയിലെ സംഘർഷ രാഷ്ട്രീയ സാഹചര്യത്തിൽ കൂടി തദ്ദേശ തെരഞ്ഞെടുപ്പിലെ കേരള കോൺഗ്രസിൻ്റെ പ്രകടനം ഒരുപക്ഷെ നിർണായകമാകുമല്ലേ? കാരണം ഇടതുമുന്നണിയിലെ രണ്ടാമനാര് എന്ന തർക്കത്തിൽ ഒരുപക്ഷെ കേരള കോൺഗ്രസിനും ക്ലെയിമില്ല, അത് അംഗീകരിച്ചു കൊടുക്കാൻ CPI-യും തയ്യാറല്ല. അതവിടെ നിൽക്കട്ടെ. പക്ഷേ ഇപ്പോഴത്തെ ഈ തർക്ക സാഹചര്യത്തിൽ കേരള കോൺഗ്രസിൻ്റെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പ്രകടനം, അതുകൊണ്ട് അതിലൊരു വീഴ്ച ഉണ്ടാവാതിരിക്കാനുള്ള ഒരു ജാഗ്രത ഈ കേരള കോൺഗ്രസ് നേതൃത്വം കാട്ടുമോ? ഇടതുമുന്നണിയിൽ അവരുടെ ഒരു നിലനിൽപ്പിൻ്റെ വിഷയം കൂടിയാണല്ലോ. തീർച്ചയായിട്ടും ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ചോളം ജോസ് കെ മാണി വിഭാഗം ഒരു 5-6 ജില്ലകളിൽ വളരെ നിർണായകമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും അവർക്ക് പ്രാതിനിധ്യമുണ്ട്. ഇപ്പൊ പ്രത്യേകിച്ച് പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, കോട്ടയം, അതുപോലെ തന്നെ കണ്ണൂർ, കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ ഭാഗങ്ങള്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയുടെ കുടിയേറ്റ മേഖലകളൊക്കെ ഈ പാർട്ടി വളരെ ശക്തമാണ്. അവിടെ അതുകൊണ്ട് കേരള കോൺഗ്രസിനെ സംബന്ധിച്ചോളം LDF-ലെ രണ്ടാമത്തെ ഘടകകക്ഷി എന്ന നിലയിൽ അവർ വളരെ ഭദ്രമായ ഒരു സ്ഥാനത്തായിരിക്കുന്നത്. അവർക്ക് മറ്റൊരു ചിന്തയിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ രാഷ്ട്രീയ കേരളത്തിൽ ഇപ്പൊ ഇല്ല എന്നുള്ളതാണ്. ഇപ്പൊ CPI ആയിട്ടുള്ള വിഷയത്തൊക്കെ പറഞ്ഞാൽ ഇന്ന് ഉച്ചയോടുകൂടി പരിഹരിക്കും. ഇപ്പൊ തന്നെ അതിനൊരു ഫോർമുല കണ്ടെത്തുന്നുണ്ട്. അതൊന്നും ഒരിക്കലും ഒരു തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമെന്നൊരു വിഷയമായിട്ട് അത് രൂപാന്തരപ്പെടുത്തില്ല. അതിനപ്പുറം ഓപ്പോസിറ്റ് ഇരിക്കുന്ന UDF-നെ സംബന്ധിച്ചോളം നിയതമായ രീതിയിലുള്ള ഒരു നേതൃത്വം ഇല്ലാതെ കോൺഗ്രസിനെ സംബന്ധിച്ചോളം
ഇപ്പൊ അവരുടെ ഹൈക്കമാൻഡ് തന്നെ താക്കീത് കൊടുത്തിരിക്കുകയാണ് പി ഡി സതീശന്. KPCCക്ക് ഒപ്പം നിന്നില്ല എങ്കിൽ അത് ശക്തമായ രീതിയിലുള്ള നടപടികളിലേക്ക് പോകുമെന്ന് പറഞ്ഞു. ഒരു കാലത്ത് അധികാരനായിരുന്ന പി ഡി സതീശൻ പോലും അവരുടെ ഹൈക്കമാൻഡിന് മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായിട്ട് മാറിക്കഴിഞ്ഞു. തന്നെയുമല്ല അവർക്ക് അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗ് വളരെ അതൃപ്തിയിലാണ്. കോൺഗ്രസിന്റെ ഈ തമ്മിലടി കേരളത്തിൽ ഈ നിമിഷം പോലും അവർക്ക് ഒറ്റക്കെട്ടായിട്ട് നിന്ന് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന കാര്യത്തിലുള്ള ഒരു പ്രസ്താവന പോലും പുറപ്പെടുവിക്കാൻ സാഹചര്യത്തിൽ തമ്മിലടിക്കുന്ന UDF-ലേക്ക് പിന്നെ ജോസ് കെ മാണി പ്രവേശിക്കുന്നു പറഞ്ഞാൽ അത് ഒരു കാരണവശാലും രാഷ്ട്രീയ ബോധമുള്ള ഒരു മനുഷ്യൻ പോലും അംഗീകരിക്കത്തില്ല. തന്നെയുമല്ല നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു വസ്തുത, ജോസ് കെ മാണി ഗ്രൂപ്പിനെ എന്തിനാണ് UDF-ൽ നിന്ന് ചവിട്ടി പുറത്താക്കിയത്? എന്ത് കാരണത്തിന്റെ പേരിലാണ്? അപമാനിച്ചിറക്കിക്കൊണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനം ജോസ് കെ മാണി പലതവണ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകത്തില്ല എന്നുള്ളത്. പിന്നെ ഇപ്പൊ UDF കൺവീനർ 3 തവണ അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടെന്നൊക്കെയാണ് പറയുന്നത്. UDF കൺവീനർ പറയുന്ന കാര്യങ്ങൾക്കൊന്നും വഴങ്ങി കൊടുക്കാൻ ജോസ് കെ മാണിയോ റോഡ് കൃഷ്ണ തയ്യാറാകത്തില്ല. കാരണം LDF-ൽ ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ അവരുടെ ഈ ഡിമാൻഡുകൾ അവരുടെ കർഷകർക്കും കുടിയേറ്റ മേഖലകളിലെ ജനങ്ങൾക്കും വേണ്ടി അവരാവശ്യപ്പെട്ട കാര്യങ്ങളെല്ലാം നേടിക്കൊടുത്തുകൊണ്ട് വലിയൊരു കേഡർ സ്റ്റൈലിലുള്ള പാർട്ടിയായിട്ട് ആ പാർട്ടി വളർന്നിരിക്കുന്നു. നിർണായകമായ ഒരു സ്ഥാനത്ത് തന്നെ LDF-ൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അവരെ സംബന്ധിച്ചുള്ള ഒരു ഭദ്രമായ ഇതിലാണ്. ഞാൻ കോട്ടയം ജില്ലക്കാരനാണ്. കോട്ടയം ജില്ലക്കാരുടെ പ്രവർത്തനങ്ങൾ വളരെ കൗതുകത്തോടെ വീക്ഷിക്കുന്നു. അവർ വളരെ അടിത്തട്ടിൽ നിന്ന് തന്നെ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ CPM-നോടും CPI-യോടും കൈകോർത്തുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് പോകാണെന്നുള്ളൊരു വസ്തുതയാണ്. അതുകൊണ്ട് ജോസ് കെ മാണി വിഭാഗത്തിനെ സംബന്ധിച്ചോളം അവർ സുരക്ഷിതമായ ഒരു സ്ഥാനത്ത് നിന്നും ഇനി മറ്റൊരു രാഷ്ട്രീയ ചിന്തകളിലേക്കോ ചൂടുമാറ്റത്തിനോ അവർ തയ്യാറാകത്തില്ല. അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാധിക്കും. LDF ഭദ്രമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വളരെ സ്ട്രാറ്റജിക് ആയിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ഇടപെടുകയും ജനങ്ങളോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ജോസ് കെ മാണിയെ പോലുള്ള നേതാവ് LDF-ന്റെ കരുത്ത് തന്നെയാണ്. ഒരു തർക്കവും. ശരി, വളരെ നന്ദി റിജി ലൂക്കോസ്. എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. ജോസ് കെ മാണിയുടെ പത്നി നിഷ ജോസ് കെ മാണി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലയിൽ മത്സരത്തിറങ്ങുമോ എന്ന ചോദ്യമാണ്. ഇതിനകം തന്നെ ഈ വാർത്തകൾ സജീവമാണ്. പക്ഷേ ജോസ് കെ മാണിയും ഒപ്പം നിഷ ജോസ് കെ മാണിയും അടക്കമുള്ള കേന്ദ്രങ്ങൾ ഈ വാർത്ത നിഷേധിക്കുകയാണ്. പക്ഷേ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കാം ആ സാധ്യത തന്നെയാണ് കേരള കോൺഗ്രസ് കേന്ദ്രങ്ങളും പങ്കുവയ്ക്കുന്നത്.